പത്തനംതിട്ട പ്ലാങ്കമൺ സ്വദേശിനി പുഷ്പലതയുടെ വീട്ടിലെ യഥാർത്ഥ ക്രിസ്മസ് ഇന്നാണ്. 2 ആഴ്ച മുൻപ് വീടിൻ്റെ ഉമ്മറത്ത് തൂക്കിയ നക്ഷത്രം ഇനി പ്രകാശം പൊഴിക്കും. ആ ക്രിസ്മസ് സന്തോഷം അറിഞ്ഞ് നമുക്ക് കൂടുതൽ ന്യൂ ഇയറിലേക്ക് കൂടി സന്തോഷത്തോടെ കടക്കാം. എനിക്കിതിനെക്കുറിച്ച് അറിവില്ലായിരുന്നു. ഇങ്ങനെ അനുമതി വാങ്ങണമെന്നോ അല്ലെങ്കിൽ KCB നിയമങ്ങളെക്കുറിച്ച് എനിക്ക് അറിവില്ലായിരുന്നു. ഇവിടെ വന്ന് ഇത് മീറ്റർ സഹിതം ഊരിക്കൊണ്ടങ്ങ് പോയത്. പിന്നെ ഞാനും പോയി KCB ചെന്ന് കാര്യമുള്ള സത്യാവസ്ഥയെല്ലാം തുറന്ന് പറഞ്ഞു. അവർക്ക് ഒരു നയവും നമ്മളോട് കാണിക്കുന്നില്ല. യഥാർത്ഥത്തിൽ ചെയ്ത തൊഴിലാളികളുടെ മൊഴിയെടുക്കാനോ അതിനെക്കുറിച്ച് അന്വേഷിക്കാനോ KCB തയ്യാറായിട്ടുമില്ല. അതുകൊണ്ട് തികച്ചും അനീതിയാണ് ഈ വിധവയോട് KCB കാണിച്ചിട്ടുള്ളത്. വൈദ്യുതി ബന്ധം വിച്ഛേദിക്കുക മാത്രമല്ല, പുഷ്പലതയുടെ വീട്ടിലെ മീറ്റർ അടക്കം KCB ജീവനക്കാർ എടുത്തുകൊണ്ട് പോവുകയും ചെയ്തിരുന്നു. എന്നാൽ 13-ാം ദിവസം കാര്യങ്ങൾ മറിഞ്ഞിരിക്കുന്നു. പുഷ്പലതയുടെ വീട്ടിലെ വൈദ്യുതി ബന്ധം പുനഃസ്ഥാപിച്ചിരിക്കുന്നു. മാത്രമല്ല, പിഴസംഖ്യയിൽ വലിയ കുറവാണ് വരുത്തിയിട്ടുള്ളത്. ഇടപെട്ടത് നല്ല ഫലമുണ്ടാക്കിയത് റാന്നി MLA പ്രമോദ് നാരായണനാണ്. നമ്മുടെ മുമ്പിലൊരു ക്രിസ്മസ് നക്ഷത്രം തെളിയാതെ നിൽക്കുകയായിരുന്നു കഴിഞ്ഞ 13 ദിവസമായി. ഈ നക്ഷത്രം ഈ ക്രിസ്മസിന് തെളിഞ്ഞില്ല, ഇരുട്ടായിരുന്നു. ഇന്നാണ് ആ വീട്ടിൽ വെളിച്ചം പുനഃസ്ഥാപിച്ചത്. ലൈഫ് പദ്ധതിയിൽ കിട്ടിയ വീട്, അനുബന്ധമായി നിർമ്മിച്ച ഷെഡ് സുരക്ഷിതമാക്കുന്നതിനുള്ള വെൽഡിംഗ് ജോലികൾ കഴിഞ്ഞ 15-നായിരുന്നു. വൈദ്യുതി ഉപയോഗത്തിന് മുൻകൂർ അനുമതി തേടിയിരുന്നില്ല. മാത്രമല്ല, തൊഴിലാളികൾ വൈദ്യുതി ഉപയോഗം മീറ്റർ രേഖപ്പെടുത്താനുള്ള തിരിമറിയും നടത്തി. പിഴയായി നിശ്ചയിച്ച 57,005 രൂപ ഒടുവിൽ 1,429 KCB കുറവ് ചെയ്തു. എനിക്കിന്ന് വെട്ടം ലഭിച്ചതിൽ ഭയങ്കര സന്തോഷമുണ്ട്. ഈ നടപടികൾ നടന്നതിൻ്റെ വെളിച്ചത്തിൽ എനിക്കിത് ലഭിച്ചതിന് ഞാൻ അതിന് കടപ്പെട്ടിരിക്കുന്നു. എല്ലാവരോടും നന്ദി സ്നേഹവും അറിയിക്കുന്നു. മാനുഷിക പരിഗണന ഉണ്ടാകണമെന്ന അഭ്യർത്ഥനയുമായി MLA വകുപ്പ് മന്ത്രിയെ വരെ സമീപിച്ചു. അതിന് നല്ല ഫലം കിട്ടി. എല്ലാ നിയമത്തിൻ്റെയും ആത്യന്തികമായ ലക്ഷ്യം നീതി കൂടിയാണ്. ഒരു പാവപ്പെട്ട സ്ത്രീയോട് നിയമലംഘനത്തിൻ്റെ പേരിൽ പിഴ അത് അനീതിയാകരുത് എന്ന നിലപാടാണ് MLA നിലെടുത്തത്. ഞാൻ ഇക്കാര്യത്തിൽ മാതൃഭൂമിയോടും പ്രത്യേകമായി എൻ്റെ നന്ദി പറയുകയാണ്. ഈ ജനകീയ വിഷയം സർക്കാരിൻ്റെ ശ്രദ്ധയിൽ വരുന്നതിലും അതിനകത്തുള്ള ഒരു അനീതി ചർച്ച ചെയ്യപ്പെടുന്നതിലും മാതൃഭൂമിയുടെ വാർത്ത ഒരുപാട് സഹായിച്ചിട്ടുണ്ട്. അയിരൂർ ഗ്രാമപഞ്ചായത്ത് കോൺഗ്രസ് അംഗം അഭിനു മത്തായിയാണ് വിഷയം MLAയുടെ ശ്രദ്ധയിൽ കൊണ്ടുവന്നത്. എന്നോട് എൻ്റെ വാർഡിലെ ആൾക്കാർ ആദ്യമായിട്ടൊരു കാര്യം പറഞ്ഞതാണ്. അത് 100% എനിക്കത് കൃത്യമായിട്ട് ചെയ്യണമെന്നുണ്ടായിരുന്നു. അപ്പം ഞാൻ അതിൻ്റെ ബേസ്മെൻറ്റിൽ തന്നെ ആ മേഡത്തിനെ പോയി കണ്ടു. ഞാൻ സത്യപ്രതിജ്ഞ കഴിഞ്ഞിട്ടാണ് പോയി കണ്ടേ. നിയമം തെല്ലിവിടെ മനുഷ്യത്വത്തിന് വഴിമാറി. രാഷ്ട്രീയ ചിന്തകൾ വീടിന്റെ വെളിച്ചം പകരാൻ തടസ്സമായതുമില്ല. അത് പുതുവർഷത്തിൽ നാടിനാകെ മാതൃകയാകുന്ന നന്മയായി തെളിഞ്ഞു നിൽക്കുകയും ചെയ്യും. സുധീഷ് തിരുവല്ലയ്ക്കൊപ്പം CK അഭിലാൽ, മാതൃഭൂമി ന്യൂസ്, പത്തനംതിട്ട.